Hi friends, എല്ലാവർക്കും സുമിസ് ടിപ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു ഫേസ് പാക്ക് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്കിൽ നമുക്ക് എപ്പോഴത്തെ പോലെ നമ്മുടെ സ്കിൻ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കാനും നമ്മുടെ സ്കിൻ ഇപ്പോൾ മഞ്ഞുകാലമൊക്കെ ഉള്ള സമയമില്ല അപ്പോൾ ഒട്ടും അങ്ങോട്ട് വരണ്ട് ഉണങ്ങിയൊന്നിരിക്കാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ടൊക്കെ ആയിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ട് താഴെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഇതേപോലുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. ബീട്രൂട്ടിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻസും ന്യൂട്രിയൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ലൊരു ഗ്ലോയിങ് കിട്ടാനും നമ്മുടെ സ്കിൻ വൈറ്റൺ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് അധികമൊന്നും വേണ്ട, ഒരു 1/4 ടേബിൾ സ്പൂൺ മതി. കാരണം ഇതിന് ഭയങ്കര ഒരു കളറാണ് കേട്ടോ. ഈ ഒരു കളർ നമ്മുടെ സ്കിന്നിൽ ചിലപ്പോൾ സ്റ്റെയിൻ ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ചെറിയൊരു അളവിൽ മതി. നമ്മളിത് ജ്യൂസ് അടിക്കുമ്പോൾ ഇത് ഒരുപാട് വെള്ളം ചേർത്തിട്ടാണ് എടുത്തേക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെയാണ് എടുത്തേക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരളവ് ഒരു 1/4 ടീസ്പൂൺ മാത്രം എടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടി സ്കിൻ വൈറ്റനിങ്ങിന് ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അപ്പോൾ അരിപ്പൊടി ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് നാരങ്ങാനീരാണ്. നാരങ്ങാനീര് 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. അതായത് പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞത് അത്ര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു ചെറിയ ടേബിൾ സ്പൂൺ ആയത് കാരണം 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മഞ്ഞുകാലം ആയതുകൊണ്ട് നമ്മുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആകുന്ന ടൈമാണ്. ഇനി നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത്, അതായത് നമ്മുടെ നോർമൽ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നമുക്കിതിൽ റോസ് വാട്ടർ ആഡ് ചെയ്യാം, മിൽക്ക് ആഡ് ചെയ്യാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പ്രശ്നമില്ല. പക്ഷേ ഡ്രൈ സ്കിന്നുകാരാണ് എങ്കിൽ നിങ്ങൾ ഈ സമയത്ത് നമ്മൾ പാല് ചേർക്കാം, തൈര് ചേർക്കാം, അലോവേറ ജെല്ല് ചേർക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് ചേർക്കാം. പക്ഷേ ഓയിലി സ്കിന്നുകാരാണ് എങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ചേർക്കാം. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഇനി ഇടുന്ന ഇൻഗ്രീഡിയൻറ്റ് മാത്രം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് റോസ് വാട്ടറാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സ്കിൻ ഇപ്പോൾ ചെറുതായിട്ട് ഓയിലി സ്കിന്നായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ റോസ് വാട്ടറായിട്ട് എടുത്തത്. നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മിൽക്ക് ചേർക്കാം, അലോവേറ ജെല്ല് ചേർക്കാം, ഹണി ചേർക്കാം. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളതെന്ന് വെച്ചിട്ട് നിങ്ങൾ ഇടുക. അപ്പോൾ അത് നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ ഇത് ഇത്തിരി ഡ്രൈ ആയിട്ടുള്ള ഒരു പരുവമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തോരം വേണം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. റോസ് വാട്ടർ ആകുമ്പോൾ നമ്മുടെ സ്കിന്നുള്ള എക്സസ് ആയിട്ടുള്ള ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ നല്ലൊരു ടോണറാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഗ്ലോയിങ് ചെയ്യാനായിട്ടാണെങ്കിൽ നന്നായിട്ട് ബ്രൈറ്റൺ ആക്കാനൊക്കെ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളതെല്ലാം തന്നെ. അപ്പോൾ നമ്മുടെ വീട്ടിലെ അരിപ്പൊടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അരിപ്പൊടി നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സാധനമാണ്. കൊറിയൻസൊക്കെ യൂസ് ചെയ്യുന്ന സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് റൈസ് പൗഡർ, അതായത് നമ്മുടെ അരിപ്പൊടി. അപ്പോൾ ആ ഒരു സാധനമാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ ബീട്രൂട്ട് നമുക്ക് നല്ലൊരു റോസി ഗ്ലോ കിട്ടാറുണ്ട്. നമ്മുടെ കവിളുകളൊക്കെ നന്നായിട്ടൊന്ന് റോസായിട്ട് ഒരു പിങ്കിഷ് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിൽ ഒരുപാട് എണ്ണമയം ഉണ്ടെങ്കിൽ അതൊക്കെ കളയാനാണെങ്കിലും നമ്മുടെ സ്കിന്നിൽ കുരുക്കളൊക്കെ തടഞ്ഞ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ആയിട്ടും ക്ലിയർ ആയിട്ടൊക്കെ ഇരിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് പാക്കിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഫേസിൽ മാത്രമേ ചെയ്യാനുള്ളൂ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെക്കിലും ചെയ്യാം. നമ്മുടെ സൺ ടാൻ റിമൂവ് ചെയ്യാനൊക്കെ ഇത് നല്ലതാണ്. അപ്പോൾ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം.
അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് എൻ്റെ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആകാനായിട്ട് വെക്കാം. ഒരു 10-15 മിനിറ്റ് ഇതേപോലെ തന്നെ അങ്ങനെ തന്നെ വെക്കണം. അതിനുശേഷം വേണം നമുക്ക് വാഷ് ചെയ്ത് കളയാനായിട്ട്. പിന്നെ നമുക്ക് വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇത്തിരി വെള്ളം ഒഴിച്ച് തന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് നല്ല സർക്കുലർ മോഷനിൽ മസാജ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. ഡ്രൈ ആയതിനു ശേഷം വാഷ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഇപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. സാധാരണ വെള്ളം ഉപയോഗിച്ചാണ് വാഷ് ചെയ്തേക്കുന്നത് കേട്ടോ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. അതായത് നമ്മൾ ഫേസ് വാഷ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത് ആഴ്ചയിൽ നമുക്ക് 2 പ്രാവശ്യം യൂസ് ചെയ്യാം. ഈവനിങ് ടൈം ചെയ്യുകയാണെങ്കിൽ ഇത്തിരി കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസമായിരിക്കും ഈ ഒരു റിസൾട്ട് നന്നായിട്ട് എടുത്തറിയാം. നമ്മുടെ സ്കിൻ നന്നായിട്ടൊരു റോസി ഗ്ലോ കിട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആകാനും സൺ ടാൻ റിമൂവ് ചെയ്യാനും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ആകാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ എത്രത്തോളം എഫക്റ്റീവ് ആണെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.